വെറുതെ ഇരിക്കുന്ന ചട്ടിയെ നോക്കിയപ്പോൾ എനിക്ക് ഒരു ആശയം കിട്ടി. വീട്ടിൽ കുറച്ച് നെയ്യ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതുകൊണ്ടൊരു വെറൈറ്റി ഐറ്റം ഉണ്ടാക്കിയാലോ. അതെ, വെറൈറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല, എല്ലാവരും ഉണ്ടാക്കുന്നത് പോലെ കേസരി. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആൽമണ്ട്സ് നന്നായിട്ട് പൊട്ടിച്ചെടുത്തിട്ട് ഈ നെയ്യിലിട്ട് നന്നായിട്ട് വറുക്കാതെ തന്നെ കുറച്ച് കശുവണ്ടി പരിപ്പ് ഇടാം. അപ്പോൾ കശുവണ്ടി കരിയാണ്ട് വറുത്തോടെയുള്ള കമൻറ്റ്സ് നിരോധിച്ചിരിക്കുന്നു. കരിയാണ്ട് വറുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് എന്താ പറയുക, റവ നന്നായിട്ട് ആ സെയിം നെയ്യിലിട്ട് തന്നെ നന്നായിട്ട് വറുത്തെടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ, കളറിന് വേണ്ടിയാണ്. അതിന് ശേഷം കുറച്ച് ബ്രൗൺ ഷുഗർ ഇടാം. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. കുറേശ്ശായിട്ട് വെള്ളം ആഡ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു പരിവ് എത്തുമ്പോൾ ആ വെള്ളം ആഡ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ വിട്ട് കിട്ടുന്ന പരിവായി ആയെങ്കിലാണ് നമ്മുടെ കേസരി റെഡി ചെയ്യുന്നുണ്ട് അതിൻ്റെ അർത്ഥം. പിന്നെ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കൊരു പാത്രത്തിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് അതിനകത്താക്കി കൊടുക്കാട്ടെ. അങ്ങനെ പതുക്കെ ഇതൊക്കെ ഒന്ന് എന്താ പറയുക സ്പ്രെഡ് ചെയ്ത് കൊടുക്കാട്ടെ എല്ലായിടത്തോട്ടാക്കി. അതിനുശേഷം നമുക്കൊരു 10-15 മിനിറ്റ് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വയ്ക്കാം. അപ്പോഴേക്കും ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ നമ്മുടെ സംഭവങ്ങളൊക്കെ റെഡിയായി. നമുക്കിനി കേസരി ടേസ്റ്റ് ചെയ്ത് നോക്കാം ഗായ്സ്. അപ്പം ഞാൻ കഴിക്കാൻ പോവാണ്. ഇതൊരു രക്ഷയില്ല. അപ്പോൾ ഞാൻ പോയി കഴിക്കട്ടെ. ബൈ ബൈ.